ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വിൻ്റർ സീസൺ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഒത്തിരിയധികം ഡാമേജ് ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പോൾ ഡിസംബറായി, വിൻ്റർ സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. അപ്പോൾ വിൻ്ററിൽ നിങ്ങളുടെ സ്കിന്ന് എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ള ടിപ്സാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. വിൻ്ററിൽ നമ്മുടെ സ്കിന്നിന് ഏറ്റവും അധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഗ്ലിസറിൻ. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സോപ്പിലും മോയ്സ്ചറൈസറിലും എല്ലാം തന്നെ ഗ്ലിസറിൻ അടങ്ങിയിട്ടുണ്ട്. ഗ്ലിസറിൻ കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്നത് നമുക്ക് നോക്കാം. സ്കിന്നിന്റെ വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഗ്ലിസറിന് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടും ഹൈഡ്രേറ്റഡ് ആയിട്ടും ഇരിക്കാൻ ഗ്ലിസറിൻ കൊണ്ട് സഹായിക്കും. സ്കിൻ ഇൻഫെക്ഷൻസ് മാറാനും ഗ്ലിസറിൻ വളരെ നല്ലതാണ്. വെയിൽ കൊണ്ട് നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന കരുവാളിപ്പ് മാറാനും സ്കിൻ സോഫ്റ്റ് ആകാനും ഗ്ലിസറിൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇനി നമുക്ക് ഗ്ലിസറിൻ ഉപയോഗിച്ച് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ചില ടിപ്സ് നോക്കാം. മുഖക്കുരു ഉള്ളവരുടെ ഒരു പ്രധാന പ്രശ്നമാണ് ഒരു നല്ല ഫേസ് പാക്ക് കണ്ടുപിടിക്കുക എന്നത്. ഓയിലി സ്കിൻ ഉള്ളവർക്കായിരിക്കും കൂടുതലായിട്ട് മുഖക്കുരു വരുന്നത്. അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു ഫേസ് പാക്കാണ് ഞാൻ ആദ്യം ഷെയർ ചെയ്യുന്നത്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 സ്പൂൺ നീം പൗഡർ, അതായത് ആര്യവേപ്പിന്റെ പൊടിയും അതുപോലെ തന്നെ 2 സ്പൂൺ ഗ്ലിസറിനുമാണ് വേണ്ടത്. ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 20 മിനിറ്റ് മുഖത്ത് വെക്കുക. അതിനുശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ്. ഇനി നമുക്ക് ഡ്രൈ സ്കിന്നിന് പറ്റിയൊരു ഫേസ് പാക്ക് നോക്കാം. ഈ വിന്ററിൽ ഡ്രൈ സ്കിന്നുകാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. കാരണം ഓൾറെഡി നമ്മുടെ സ്കിൻ ഡ്രൈ ആണ്, വിന്റർ ആവുമ്പോൾ ഒന്നുകൂടി ഡ്രൈ ആവും. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ഫേസ് പാക്കാണ് ഇനി ഞാൻ പറയുന്നത്. ഇതിനാവശ്യമുള്ളത് ഗ്ലിസറിനും അലോവേറ ജെല്ലുമാണ്. ഇത് രണ്ടും ഈക്വൽ എമൗണ്ടിൽ എടുക്കുക. ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് മുഖത്തിടുക. അതിനുശേഷം കഴുകിക്കളയാവുന്നതാണ്. ഡ്രൈ സ്കിന്നിനെ നറിഷ് ചെയ്യാൻ വളരെ നല്ലൊരു ഫേസ് ായിട്ട് ഞാൻ കാണിക്കുന്നത് ഈ വിന്റർ സീസണിൽ നിങ്ങളുടെ മുഖത്തിന് ഗ്ലോ കിട്ടാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. ഇതിന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു പഴം, അതുപോലെ തന്നെ 2 സ്പൂൺ ഗ്ലിസറിൻ. പഴം നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം 2 സ്പൂൺ ഗ്ലിസറിൻ മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതും ഫേസിൽ അപ്ലൈ ചെയ്യുക. 20 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയാവുന്നതാണ്. അടുത്തത് ഒരു ആൻറ്റി ഏജിങ് ഫേസ് മാസ്ക് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു 35 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ ചെറുതായിട്ട് സാഗ് ചെയ്ത് തുടങ്ങും. ഈ ടൈമിൽ നമ്മുടെ സ്കിന്നിനെ ടൈറ്റൻ ചെയ്ത് കൊടുക്കണം. അതിന് പറ്റിയൊരു ഫേസ് പാക്കാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിന് നമുക്ക് ആവശ്യമുള്ളത് എഗ് വൈറ്റും ഗ്ലിസറിനുമാണ്. ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് 15 മിനിറ്റ് മുഖത്തിടുക. അതിനുശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക. നമ്മൾ ഫേസ് പാക്ക് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഫേസ് പാക്ക് നമ്മൾ ഫേസിൽ വെച്ചിരിക്കുന്ന ടൈമിൽ സംസാരിക്കാൻ പാടില്ല. കാരണം നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ വലിയാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമ്മുടെ സ്കിന്നിന് ദോഷം ചെയ്യും. അതുകൊണ്ട് എപ്പോഴും പാക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. വിന്റർ സീസണിൽ നമ്മൾ നമ്മുടെ സ്കിൻ എപ്പോഴും മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, പ്രത്യേകിച്ചും ഡ്രൈ സ്കിൻ ഉള്ളവർ. ഇനി ഗ്ലിസറിൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഡെയിലി മോയ്സ്ചറൈസർ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ളത് 2 സ്പൂൺ ഗ്ലിസറിൻ, 1 സ്പൂൺ തേൻ, അതുപോലെ തന്നെ കുറച്ച് റോസ് വാട്ടർ. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. 20 മിനിറ്റ് ഇത് മുഖത്തിട്ട ശേഷം കഴുകിക്കളയാവുന്നതാണ്. സ്കിൻ സോഫ്റ്റ് ആകാനും മോയ്സ്ചറൈസ് ആകാനും ഇത് വളരെ നല്ലൊരു മിക്സാണ്. നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഗ്ലിസറിൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്ക്രബാണ്. ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 സ്പൂൺ ഗ്ലിസറിൻ, 1 സ്പൂൺ ലെമൺ ജ്യൂസ്, അതുപോലെ തന്നെ 1 സ്പൂൺ ഷുഗർ, കുറച്ച് റോസ് വാട്ടർ. നമ്മൾ നോർമലായിട്ട് സ്ക്രബ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഈ സ്ക്രബ് ഉപയോഗിക്കാം. നന്നായി മസാജ് ചെയ്തതിന് ശേഷം കഴുകിക്കളയുക. ഇനി നിങ്ങൾക്ക് ഡ്രൈ ലിപ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും ഈ സ്ക്രബ് ലിപ്സിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിന്റർ കെയർ സീരീസിലെ സ്റ്റാർട്ടിംഗ് വീഡിയോ ആണിത്. ഈ സീരീസിൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ഇനി ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കാണുക. ഓക്കെ, താങ്ക്